നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ രാജ്യം അത്തരം ഭീഷണികളെ അതിജീവിച്ചു മഹാശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾക്ക് കാരണമായി. റഷ്യൻ എണ്ണ വാങ്ങിയതിനുള്ള പിഴയായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്നതിനെക്കുറിച്ച് ഭീഷണി മുഴക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ കയറ്റുമതി ഇന്ത്യയുടെ പ്രധാന ഉൽപ്പന്നമായതിനാൽ ഇത്തരത്തിലുള്ള പ്രതികാര തീരുവകൾ ചെമ്മീൻ കയറ്റുമതിയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇന്ത്യൻ വിപണിക്ക് നേർക്ക് അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികളെ ഇന്ത്യ അതിവിദഗ്ധമായി മറികടന്നു. ചെമ്മീൻ കയറ്റുമതിയിൽ നേരിട്ടുള്ള ഉപരോധമില്ലെങ്കിലും മൊത്തത്തിലുള്ള വ്യാപാരപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ചില പ്രധാന തന്ത്രങ്ങൾ സ്വീകരിച്ചു. രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നിടത്ത് നിന്ന് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങിയത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമാവുകയും ആഗോള എണ്ണവില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് ഇന്ത്യ വാദിച്ചു. ഏത് സമയത്തും ഒരു വിപണിയിൽ, പ്രത്യേകിച്ചു അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധി മറികടക്കാൻ ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ മറ്റ് പ്രധാന വിപണികളിലേക്ക് ചെമ്മീൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഊന്നൽ നൽകി. മോദി സർക്കാരിന്റെ ഈ തന്ത്രം വിജയിച്ചു. ട്രംപ് ആഗ്രഹിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഭാരതത്തിന്റെ കയറ്റുമതിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. നമ്മുടെ കർഷകർ പട്ടിണിയിലും ആയില്ല. മോദിയെപ്പോലെ ഒരു കരുത്തനായ പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ഇന്ത്യക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ട്രംപിനും മനസ്സിലായി കാണും. ജയ് ഹിന്ദ്.